ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷന്റെ നടപടിക്രമങ്ങൾ മാറ്റിയത് വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കുകയാണ്. ഒഴിവുള്ള കോളേജുകളിലെ കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ ഒഴിവാക്കി പകരം ഓരോ കോളേജിലും പ്രത്യേകം അഡ്മിഷൻ നടത്തും. മറ്റന്നാൾ 7 കോളേജുകളിലാണ് സ്പോട്ട് അഡ്മിഷൻ ഉള്ളത്. ഒന്ന് ചിത്രയും കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ വെച്ചതോടെ മികച്ച കോളേജുകളിൽ പ്രവേശനം നേടാനുള്ള വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാകുമെന്നാണ് പരാതി. AICTE നിർദ്ദേശപ്രകാരം ഈ മാസം 15-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കണമെന്നതിനാലാണ് നടപടിയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. ഗോപാൽ ശീലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇതൊരു പുതിയ പരിഷ്കാരമായി കൊണ്ടുവന്നതാണോ ഈ ഒരേ സമയം സ്പോട്ട് അഡ്മിഷൻ എന്നുള്ളത്? എന്താണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്? ഇതിൽ എന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം? സ്മൃതി, അതെ, ഇതൊരു പുതിയ പരിഷ്കാരം എന്ന് തന്നെ പറയാം. കാരണം മുൻ വർഷങ്ങളിൽ സ്പോട്ട് അഡ്മിഷൻ, അതായത് കേരളത്തിലെ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ എല്ലാ കോളേജുകളിലേക്കുമുള്ളത് ഒറ്റ കോളേജിൽ വെച്ച്, അതായത് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത്. ഒരു ദിവസം ഒറ്റ കോളേജിൽ എല്ലാ സീറ്റുകളിലേക്കുമുള്ള അഡ്മിഷൻ നടക്കും. അന്ന് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളുമായിട്ട് എത്താം. അവിടെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. മെച്ചപ്പെട്ട സൗകര്യമുള്ള, അവർക്ക് താല്പര്യമുള്ള കോളേജുകളിൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കാം. എന്നാൽ ഈ വർഷം മുതൽ അത് മാറ്റി പകരം ഓരോ ദിവസം ഓരോ കോളേജുകൾ എന്ന തരത്തിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം CIT കോളേജിൽ സ്പോട്ട് അഡ്മിഷൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 13-ാം തീയതി 7 കോളേജുകളിലാണ് ഒരേ ദിവസം ഒന്നിച്ച് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ വിദ്യാർത്ഥികൾക്ക് എല്ലാ കോളേജുകളിലെയും സീറ്റുകൾ ഒന്നിച്ച് കണ്ടറിഞ്ഞ് അവിടെ അഡ്മിഷൻ നേടാമായിരുന്നുവെങ്കിൽ, പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇക്കുറി അത് പറ്റില്ല. ഏതെങ്കിലും ഒരു കോളേജ് തിരഞ്ഞെടുത്ത് അവിടേക്ക് മാത്രം പോകേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. ഇത് വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കും. കേന്ദ്രീകൃത സ്പോട്ട് അഡ്മിഷൻ തിരിച്ചു കൊണ്ടുവരണമെന്നതാണ് ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്നത്, നേരത്തെ ഈ കീമുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ നിലനിന്ന്, അതായത് CBSE വിദ്യാർത്ഥികളുടെ മാർക്ക് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഉണ്ടായിരുന്നതിനാൽ തന്നെ ഈ നടപടിക്രമങ്ങൾ വൈകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ AICTE മാർഗനിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് മാസം 15-ാം തീയതിക്കുള്ളിൽ പ്രവേശന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവസരം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ദിവസം 7 കോളേജുകളിൽ ഒന്നിച്ച് എങ്ങനെ നോക്കിയാലും വിദ്യാർത്ഥികൾക്ക് ഓടി എത്തിച്ചേരാൻ കഴിയില്ല. ഇവർ പോകുന്ന കോളേജിൽ ഒരുപക്ഷെ സീറ്റ് ഇല്ലെങ്കിൽ അവർക്ക് മറ്റൊരു കോളേജിലുള്ള ആ സീറ്റ് ഉപയോഗിക്കാൻ കഴിയില്ല, അവിടെ പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പഴയ രീതിയിൽ എങ്ങനെയാണോ ക്രമീകരിച്ചിരുന്നത് അതുപോലെ കൊണ്ടുവരണം എന്നതാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ വർഷവും LDF സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിലൊരു ക്രമീകരണം നടത്താനുള്ള ആലോചനകൾ വന്നുവെങ്കിലും അന്ന് ഇതുപോലത്തെ പ്രതിഷേധങ്ങളും പരാതികളും ഉയർന്ന പശ്ചാത്തലത്തിൽ AICTEക്ക് സർക്കാർ കത്തെഴുതുകയും ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് AICTE പ്രവേശന നടപടികൾ നീട്ടിക്കൊടുക്കുകയുമാണ് ചെയ്തത്. അത്തരത്തിൽ സമാനമായി ഇത്തവണയും ഒരു കത്തെഴുതി പ്രവേശന നടപടികൾ നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടാനാണ്. ശരി, ഗോപാൽ ശീലസനാണ് വിവരങ്ങൾ നൽകിയത്.